രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ചുള്ള പഠന പരമ്പരയുടെ 77ാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുക രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ജനതയുടെ പ്രകാശനം എന്ന പ്രമാണരേഖയിൽ കുദാശകളുടെ സഭാത്മകമായ ദർശനം എന്ന വിഷയമാണ്. 7 കുദാശകളാണ് കത്തോലിക്ക സഭയിൽ അനുഷ്ഠിക്കുന്നത്. 7 കുദാശകൾക്കും സഭാത്മകമായൊരു ദർശനം ആദ്യമായിട്ട് നൽകിയത് രണ്ടാം വത്തിക്കാൻ കൗൺസിലാണ്. അതുവഴി സഭാത്മകമായ ദർശനം 7 കുദാശകൾക്കും നൽകുക വഴി രണ്ടാം വത്തിക്കാൻ കൗൺസിൽ കുദാശകളിൽ അധിഷ്ഠിതമായ കേന്ദ്രീകൃതമായ കുദാശകൾ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു സഭാജീവിതത്തിന് സഭാംഗങ്ങളെ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയുമാണ്. 7 കുദാശകളുടെയും അർത്ഥം നേരാവണ്ണം മനസ്സിലാക്കിക്കൊണ്ടും ഈ കുദാശകളൊക്കെ സമയാസമയങ്ങൾ സ്വീകരിച്ചുകൊണ്ടും സഭാ വിശ്വാസികൾ സഭാജീവിതം നയിക്കുന്നു എന്നൊരു നിലപാടും നിർദ്ദേശവുമാണ് സഭ 7 കുദാശകളുടെ സഭാത്മക ദർശനത്തിലൂടെ നൽകുക. മാമുദീസ മുതൽ വിവാഹം വരെയുള്ള 7 കുദാശകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാമുദീസയിലൂടെയാണ് സഭയിൽ അംഗത്വം ലഭിക്കുന്നത്. സ്ഥൈര്യലേപനത്തിലൂടെ സഭയിൽ പൂർണ്ണമായ അംഗമായി മാമുദീസ സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയും തീരുകയും വിശ്വാസം പ്രഘോഷിക്കുവാനും പ്രഖ്യാപിക്കാനും വിശ്വാസത്തിന് സാക്ഷ്യമാകുവാനും സ്വയം സമർപ്പിതരാകുകയും ചെയ്യുന്നു, സമർപ്പിതയാകുകയും ചെയ്യുന്നു. ദിവികാരുണ്യ സ്വീകരണത്തിലൂടെ ആ സമർപ്പണത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോയി ദൈവത്തിൻ്റെ സ്വന്തം കുഞ്ഞാടാണ് താൻ എന്ന ഒരു അവബോധത്തിൽ വളരുന്നു. അനുതാപത്തിൻ്റെ കുദാശ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തോടും സഭയോടും സമൂഹത്തോടും അനുരജ്ഞനപ്പെടുന്നു. രോഗി ലേപനത്തിലൂടെ സഭ രോഗികളെ ദൈവത്തിന് സമർപ്പിക്കുകയും സഭ രോഗി ലേപനത്തിലൂടെ ദൈവത്തിൻ്റെ ഇടപെടൽ വഴി രോഗികൾ സൗഖ്യമാകുമെന്ന പ്രതീക്ഷയിൽ മാനസികവും ശാരീരികവുമായ സൗഖ്യം, ഒരുപക്ഷെ മരണം പോലും ഒരു സൗഖ്യമാക്കാം, രോഗിയുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും രോഗി സൗഖ്യമാകാനായിട്ട് ആഗ്രഹിക്കുകയും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ രോഗി ലേപനത്തിലൂടെ സഭാസമൂഹം സൗഖ്യം നൽകുകയും ചെയ്യുന്നു. തിരുപ്പട്ടം സ്വീകരിച്ചവർ ദൈവവചനത്തിലൂടെയും ദൈവപ്രസാദത്തിലൂടെയും ദൈവിക ശുശ്രൂഷകളിലൂടെയും ബലിയർപ്പണത്തിലൂടെയും ഒക്കെ ദൈവത്തിനും സമൂഹത്തിനും സമർപ്പിച്ച് ജീവിക്കുന്നു. ദൈവത്താൽ വിളിക്കപ്പെട്ടവരായി അനുഗ്രഹിക്കപ്പെട്ടവരായി വിവാഹം എന്ന കുദാശയിലൂടെ കുടുംബം സ്ഥാപിച്ചുകൊണ്ട് സഭയുടെ അടിസ്ഥാന ഘടകമായി യൂണിറ്റായി ഓരോ കുടുംബവും മാറുന്നു. അങ്ങനെ 7 കുദാശകൾക്കും ഒരു സഭാത്മകമായ ദർശനം നൽകിക്കൊണ്ട് മുൻ കൗൺസിലുകളിലൊന്നും ഇങ്ങനെ കുദാശകൾക്ക് സഭാത്മകമായൊരു ദർശനം നൽകിയിരുന്നില്ല. ഇങ്ങനൊരു ദർശനം നൽകിക്കൊണ്ട് സഭാത്മക ജീവിതം നയിക്കാനായിട്ട് കുദാശകൾക്ക് വലിയൊരു പങ്കുണ്ടെന്നും കുദാശകൾ സ്വീകരിച്ചുകൊണ്ട് സഭാത്മക ജീവിതം നയിക്കണമെന്നും സഭ നിർദ്ദേശിക്കുന്നു. സഭയുടെ കൗദാശികമായ ഈ കാഴ്ചപ്പാട് സഭാജീവിതത്തിന് സഭാംഗങ്ങൾ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്.